ഇതിൽ ജിൻഡോയ്ക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല. അത് മാത്രമാണ് എന്റെ ചോദ്യം. ജിൻഡോ എന്ന് പറയുന്നത് ജിൻഡോ സാധാരണ നിലയിൽ മുഖ്യമന്ത്രി മേനോൻ എന്ന ആ പദം ഉപയോഗിച്ച് സത്യപ്രതിജ്ഞ ചെയ്തതിലടക്കം ആ നിലയിൽ ഒരു നിലപാടെടുത്ത വ്യക്തിയാണ്. ആ ജിൻഡോയ്ക്ക് ഇങ്ങനെ ഒരു നിയമനത്തിൽ ഒരു പ്രശ്നവും തോന്നുന്നില്ല എന്നുള്ളതാണെങ്കിൽ ഓക്കെ, അതിൽ പിന്നീട് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരാ. മറ്റേ ഈ പിണറായി വിജയന് പിന്തുണ പ്രഖ്യാപിക്കുന്നവർക്ക് ഇല്ലാത്തൊരു ഗുണം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളതാ. അപ്പൊ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രത്തൻ കേൽക്കറുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നം കേരളത്തിൽ ഉണ്ടായിരുന്നു. രത്തൻ കേൽക്കറുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയൻ എങ്ങനെയാണ് അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് ശുപാർശിക്കാൻ പറ്റുക? പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എത്തുന്നത് വരെ അദ്ദേഹം GST കമ്മീഷണറായിരുന്നത്, IT സെക്രട്ടറി ആയിരുന്നത്, പലതുമായിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ബംഗാളിന് സമാനമായിട്ടുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ആക്ഷേപം ഇല്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരമാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളത്. സ്വാഭാവികം. മുൻപും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കേരളത്തിൽ ടിക്കാറാം മീണയെ, നളിനി നെറ്റോയെ, EW ബാജിയെ അടക്കം പലരെയും പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സാധൂകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്നെ മേനോനിലേക്ക് ഒന്നും കണക്ട് ചെയ്യേണ്ട, അത്ര അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അപ്പുറത്തെ EMS നമ്പൂതിരിപ്പാടിന്റെയും P ഗോവിന്ദപിള്ളയുടെയും വിശ്വനാഥ മേനോന്റെ ഒക്കെ മേനോനും പിള്ളയും നായരും നമ്പൂതിരിയും ഒക്കെ ചോദ്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ആളുകളുള്ള കാലത്ത് രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ള അവകാശം കോൺഗ്രസിനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അതല്ല ഉദ്ദേശം. BJPയുടെ സീലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിൽ ശ്രദ്ധക്കുറവ് കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു എന്നാണ് എന്റെ അറിവ്. പത്രമാധ്യമങ്ങളിലൂടെ വന്ന അറിവാണ്. ഞാൻ ചോദിക്കട്ടെ അസിത കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയന് തുടർഭരണം കിട്ടുന്ന രീതിയിലുള്ള ഒത്തിരി കണ്ടുപിടുത്തങ്ങൾ നടത്തിയല്ലോ ഇല്ലേ? അപ്പോഴെങ്കിലും അസിതയ്ക്ക് തോന്നിയോ രത്തൻ കേൽക്കർ UDF വേണ്ടി എന്തെങ്കിലും പണിയെടുക്കുന്നതായിട്ട് തോന്നിയോ? മൈന്യൂട്ടായിട്ടുള്ള കണ്ടുപിടുത്തം നടത്തിയ അസിതയ്ക്ക് പോലും തോന്നിയില്ലല്ലോ. ഞാൻ എന്ത് കണ്ടുപിടുത്തം നടത്തിയതിനെ കുറിച്ച് എനിക്കറിയില്ല. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.